കുറുമുള്ളൂർ സെന്റ് തോമസ് യു പി സ്കൂളിന്റെ വാർഷിക ആഘോഷവും ശതാബ്ദി ഉദ്ഘാടനവും അധ്യാപക രക്ഷകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വാർഷിക ആഘോഷവും മനോരമ ന്യൂസ് ചാനൽ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ശതാബ്ദി ഉദ്ഘാടനവും നിർവഹിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറുമുള്ളൂർ സ്വദേശികളെ എത്തിക്കുന്നതിലും പ്രതിഭകളെയും വ്യക്തിത്വങ്ങളെയും സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സ്കൂളാണ് കുറുമുള്ളൂർ സെന്റ് തോമസ് UP സ്കൂൾ എന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് വാർഷികാഘോഷ സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭാവിയിൽ ജോണി ലൂക്കോസുമാരായി അവരുമൊക്കെ മാറ്റപ്പെടട്ടെ. നല്ല നിലയിൽ വിവിധ രംഗങ്ങളിൽ കടന്നു വരുവാൻ നമ്മുടെ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ കുട്ടികൾക്ക് IT സൗകര്യങ്ങൾ ഒരുക്കുവാൻ നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ MLA ഫണ്ടിൽ നിന്ന് ആവശ്യമായ കമ്പ്യൂട്ടറും ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷും കൂടെ വരികയുണ്ടായി. PTA ഭാരവാഹികളൊക്കെ വന്ന് സംസാരിച്ചു. ആ കമ്പ്യൂട്ടറെല്ലാം ഇപ്പോൾ മോശമായി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിന് ആവശ്യപ്പെട്ടിട്ടുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടി സ്കൂളിന് വേണ്ടി പുതിയ ലാപ്ടോപ്പുകൾ കൊടുത്ത് പുതിയ കാലത്തിനൊത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നമ്മുടെ സ്കൂളിൽ ഒരുക്കി കൊടുക്കും. അതിനാവശ്യമായ MLA ഫണ്ട് അനുവദിച്ച് കൊടുക്കും എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത SJC അധ്യക്ഷത വഹിച്ചു. ഓർമ്മയിലെ ഒരു സമൃദ്ധിയായി സെന്റ് തോമസ് സ്കൂൾ നിലനിൽക്കും. ഈ സ്കൂളിൽ നിന്നും പകർന്നു കിട്ടിയ അനുഭവങ്ങളാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നും ലോഗോ പ്രകാശനവും ശതാബ്ദി ഉദ്ഘാടനവും നിർവഹിച്ച് ജോണി ലൂക്കോസ് പറഞ്ഞു. ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ പഠിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ആണെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് അതെല്ലാം മറന്നു കഴിഞ്ഞാലും നമ്മളിൽ അവശേഷിക്കുന്നത് എന്താണ്, നമ്മളിൽ പറ്റിപ്പിടിക്കുന്നത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. പറ്റിപ്പിടിക്കുന്നത് എന്ന വാക്ക് ഞാൻ ഒന്നും കൂടെ അടിവരയിടുകയാണ്. പഠിക്കുന്നതല്ല, അതിനേക്കാൾ പ്രധാനം പറ്റിപ്പിടിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്കൂളിൽ നിന്ന് എന്നിൽ പറ്റിപ്പിടിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനപൂർവ്വം പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിയും. ഒന്ന്, നിങ്ങൾക്കറിയുന്നത് പോലെ അന്നത്തെ കുറുമുള്ളൂർ സെന്റ് തോമസ് UP സ്കൂളോ ഒന്നും ഇപ്പോൾ ഒരുപാട് പേര് അമേരിക്കയിലൊക്കെ പോയി നമുക്കിപ്പോഴുള്ള ആ ഒരു സമൃദ്ധിയോ സുഭിക്ഷതയോ ഉള്ള ഒരു കാലത്തായിരുന്നില്ല. എല്ലാവരും സാധാരണക്കാരായിരുന്നു. എല്ലാവരും ആ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു വലിയ ആത്മവിശ്വാസവും ജീവിതത്തെ നേരിടാനുള്ള പരിശീലനവും എങ്ങനെയാണ് ഇത്തരം സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. തന്റെ പഴയകാല ഓർമ്മകളും പഠന പ്രവർത്തനങ്ങളും ജോണി ലൂക്കോസ് വിശദീകരിച്ചു. കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് പുതിയകുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും ശതാബ്ദി ജ്വാല പ്രോജ്വലനവും നടത്തി. AEO ജയചന്ദ്രൻ പിള്ളാസി മുഖ്യപ്രഭാഷണം നടത്തി. കുറുമുള്ളൂർ സെന്റ് സ്റ്റീഫൻസ് ചർച്ച് വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ പ്രതിഭകളെ ആദരിക്കലും ന്യൂനപക്ഷ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് XMLA സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു തൂമ്പുങ്കൽ, കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് OR, വാർഡ് മെമ്പർ ഷിനി ബിജു, PTA പ്രസിഡന്റ് സനോജ് കുര്യൻ, MPTA പ്രസിഡന്റ് അബിസി എബ്രഹാം, മാനേജർ സിസ്റ്റർ എൽസിയൂസ് SJC, ശതാബ്ദി ആഘോഷം ജനറൽ കൺവീനർ ജോസ് തോമസ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ്മി SJC, സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സ്റ്റെല്ല മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. I4E News, ഏറ്റുമാനൂർ.